പ്ലീഡർമാരുടെ നിയമനമാണ് ഈ സർക്കാരിനെ ഇപ്പോൾ വിവാദ ചുഴിയിലാക്കിയിരിക്കുന്നത്. ഇതിനിപ്പോൾ കോൺഗ്രസിനകത്ത് നിന്നും വിമർശനങ്ങൾ ഉയരുകയാണ്. പരാതികളോട് പരാതികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷക നിയമനങ്ങളിൽ വീണ്ടും പരാതി. നിയമനം ലഭിച്ച പലർക്കും മതിയായ യോഗ്യതയില്ലെന്നാണ് ആരോപണം. രാജശ്രീ ആർ നായരുടെ നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആരോപിച്ചു. ഹലോ, നമസ്കാരമുണ്ട്. മൊത്തത്തിൽ കോമഡി ആയിട്ടുണ്ട് ശങ്കരേട്ടാ. എന്താ പറയേണ്ടത്, ഈ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഒരു 30-ലേറെ വിവാദങ്ങളിലും ഇത് പെട്ടുകഴിഞ്ഞു. തുടക്കത്തിലേ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ഈ ഹണിമൂൺ പീരീഡ് എന്നാണല്ലോ ഇങ്ങനെയുള്ള മന്ത്രിസഭകളെ പറ്റി പറയുക. ഒരു ആദ്യത്തെ 6 മാസം ഒരു ഹണിമൂൺ പീരീഡാണത്രേ. ഇത് പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷങ്ങൾ ആ ഗവൺമെൻറ്റിനെതിരെ അറ്റാക്കൊന്നും ചെയ്യാറില്ല എന്നാണ്. പക്ഷെ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ വല്ലാത്തൊരു മോശം സിറ്റുവേഷനായി. 1-2 അബോർഷൻ നടന്നു കഴിഞ്ഞു. വലിയ കഷ്ടമായിപ്പോയി. ആദ്യത്തേത് നമുക്കറിയാലോ, ഈ സ്വന്തക്കാരൻ തന്നെ പറ്റിച്ച പണിയാണ്. അത് ഒരു വല്ലാത്ത നാറ്റ കേസായി. അത് അബോർട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ഇപ്പം രണ്ടാമത്തെ കേസ് വന്നിരിക്കുന്നു. ഈ കള്ളനെ തന്നെ താക്കോലേൽപ്പിച്ച എങ്ങനെയുണ്ടാവും അതുപോലത്തെ ഒരു തീരുമാനം ഉണ്ടായി. അത് വേറൊന്നുമല്ല, ഒരു പുതിയ തസ്തിക ഒരു സ്പെഷ്യൽ പ്ലീഡർ ദേവസ്വം ബോർഡിന് അങ്ങോട്ട് സമ്മാനിച്ചു കൊടുത്തു. അതാരാ? വേറെ ആരുമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തിന് വേണ്ടി ഘോരം കേസേറ്റെടുത്ത് ആ പ്രതിക്ക് വേണ്ടി വാദിച്ച ആള് ചാനലിലൊക്കെ വന്നിട്ട് അത് വെറും ചെമ്പായിരുന്നു എന്ന് ഈ മാലോകരോടൊക്കെ വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ തന്നെ ഈ ദേവസ്വത്തിന് വേണ്ടി വാദിക്കാനായിട്ട് നമ്മുടെ ആള് അങ്ങോട്ട് തീരുമാനിച്ചു. ഒരു വലിയ പൂക്കി തീരുമാനമായിരുന്നു അത്. എന്തായാലും ആ രണ്ടാമത്തെ കേസും ഒരു നാറ്റ കേസായതോടുകൂടെ എന്ത് ചെയ്തു? അബോർട്ട് ചെയ്ത് കളഞ്ഞു. ഈ രണ്ടാമത്തെ കേസിൽ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ അപ്പോയിന്റ് ചെയ്ത ആൾക്കേ ഒരു ചെറിയ ചായ്വ് നരേന്ദ്രമോദിയോടും BJPയോടും ഒക്കെ ഉണ്ടത്രേ. എന്ന് മാത്രമല്ല, ഇടയ്ക്ക് പുള്ളി രാഹുൽ ഗാന്ധിയെ ഒരു അത്യാവശ്യം വേണ്ടാത്തതൊക്കെ പറയത്രേ. അപ്പം അങ്ങനെയുള്ള ഒരാളെ തന്നെ നോക്കി ഈ പ്രത്യേകിച്ചും ഈ ഒരു കേസിൽ അപ്പോയിന്റ് ചെയ്തു എന്നുള്ളത് മനഃപൂർവ്വമാകില്ല എന്നാണ് ചില തൽപര കക്ഷികളൊക്കെ പറയുന്നത്. എന്തോ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അതങ്ങ് ചീറ്റിപ്പോയതുകൊണ്ട് 4 ആൾ അറിഞ്ഞില്ലേ, കയ്യോടുകൂടെ പിടിക്കപ്പെട്ടപ്പോൾ അങ്ങ് ഒഴിവാക്കേണ്ടി വന്നു എന്നാണ് ഈ നമ്മുടെ ഇടതുപക്ഷത്തെ ചില നേതാക്കളൊക്കെ വിവരിക്കുന്നത്. ഇനി വല്ല സത്യമുണ്ടോ എന്നുള്ളത് ചില യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ സംശയമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തോ അതൊക്കെ ഇനി വരും കാലങ്ങളിലൊക്കെ പുറത്തു വരുമായിരിക്കും, നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ രണ്ടാമത്തതും അബോർട്ട് ചെയ്ത് കളയേണ്ട സ്ഥിതി വന്നു. അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഈ വക്കീലന്മാരെ പ്ലീഡർമാരാക്കുന്നത്. സാധാരണ ഭരിക്കുന്ന പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന വക്കീലന്മാരെയാണല്ലോ അവർക്ക് ചില എക്സ്പീരിയൻസ്, എത്ര മിനിമം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട്. അതൊക്കെ വെച്ച് പാർട്ടിയൊക്കെ ആലോചിച്ച് വേണ്ട ബന്ധപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രിമാരോടൊക്കെ ആലോചിച്ച് അതിന് ചില ചിട്ടവട്ടങ്ങളും നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് മുഖ്യമന്ത്രിയൊക്കെ അംഗീകരിച്ച് മന്ത്രിസഭയൊക്കെ അംഗീകരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പൊടുന്നനെ ആരും അറിയാണ്ട് നമ്മുടെ ദേവസ്വം മന്ത്രി മുരളീധരൻ സാറ് പോലും അറിഞ്ഞില്ലാത്രേ. അത് മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് സ്വാതന്ത്ര്യം കൊടുത്തു, അദ്ദേഹം ചെയ്തതാണെന്നാണ് പറയുന്നത്. എന്തായാലും അത് വെടുപ്പായി. ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ നാറ്റക്കേസായി മാറി. ഇപ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തരോരുത്തർ CPIക്കാർക്ക് വരെ ഈ ഗവൺമെൻറ് പ്ലീഡർ സ്ഥാനം കൊടുത്തു അത്രേ. അതാരാ സഹിക്കുക? 10 കൊല്ലാണ് ഭരണത്തിൽ നിന്ന് പുറത്തുനിന്നുള്ളത്. അത്രയും കാലം ഈ പാർട്ടിക്ക് വേണ്ടി സഹിച്ച് അടികൊണ്ടു എന്തെല്ലാം പണിയെടുത്തിട്ടാണ് ഒരു ഭരണം തിരിച്ചു കിട്ടിയത്. അവസാനം ഈ ഭരണം തിരിച്ചു കൂട്ടിയപ്പോൾ ഇത്രയും കാലം ഈ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്നിരുന്ന പഴയ ഭരണപക്ഷത്തിനോട് ചേർന്ന് നിന്നിരുന്ന മാന്യന്മാർക്കൊക്കെ പ്ലീഡർ സ്ഥാനം കൊടുക്കുന്ന എന്തോ ഒരു ഇക്കുമത്ത് ഇതിനകത്ത് ഇല്ലേ? എന്ന് മാത്രമല്ല BJPക്കാരാണത്രേ കൂടുതലും എന്ന് ചിലരൊക്കെ പറയുന്നു. അറിയില്ല കേട്ടോ സത്യാവസ്ഥ. എന്തായാലും അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു അത്രേ നമ്മുടെ ദേവസ്വത്തിൻ്റെ പ്ലീഡറായി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ആ അബോർഷനിൽ പെട്ടുപോയത്. അങ്ങനെ ഈ എണ്ണം കൂടുന്നു എന്നാണ് ഇപ്പോൾ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ അറിയും. അതിന് ചില ഉദ്ദേശങ്ങളുണ്ട് എന്നും പറയപ്പെടുന്നു. അതൊക്കെ ഈ കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലേ? അങ്ങനെ ഒരാൾ പൊട്ടിത്തെറിച്ചു. അതും കൂടെ നമുക്ക് കണ്ടു നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേറെ ഇടമൊന്നുമില്ല. ഞങ്ങൾ കോൺഗ്രസ്സാണ്. ഞങ്ങൾക്ക് കോൺഗ്രസ് അല്ലാതെ വേറൊരു ആശ്രയമില്ല. ഞങ്ങളുടെ അവസാന പ്രതീക്ഷയും കോൺഗ്രസിലാണ്. അപ്പോൾ മുൻ സർക്കാരിനെ നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ വിമർശിച്ചോ ആ കാര്യങ്ങൾ നമ്മുടെ കാലത്ത് ആവർത്തിക്കപ്പെട്ടാൽ ഒരു തരത്തിലും സഹിക്കാവുന്നതല്ല.
CPM-കാരും CPI-ക്കാരും BJP അനുഭാവികളും ഒക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിന്റെ കാലത്ത് പ്ലീഡർമാരുടെ ലിസ്റ്റിൽ വരിക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് KSUവിലും യൂത്ത് കോൺഗ്രസിലും ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾ ലോ കോളേജിൽ പഠിച്ചവര് വക്കീലന്മാരായിട്ട് ഹൈക്കോർട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന നിരവധി വർഷത്തെ പ്രാക്ടീസ് ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ ഒരു അവസരത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും കാത്തിരിക്കുകയൊക്കെ ചെയ്തപ്പോ ഇതുവരെ കോൺഗ്രസുകാർക്ക് ആർക്കും പരിചയമില്ലാത്ത പലരുടെയും പേര് ആ ലിസ്റ്റിൽ കണ്ടു. സീനിയർ വക്കീലന്മാർക്ക് ജൂനിയർ വക്കീലന്മാർക്ക് ദാനം കൊടുക്കാനുള്ള കുടുംബസ്വത്തും ഒന്നുമല്ല ഈ പ്ലീഡർ നിയമനം. പലരും അങ്ങനെയാണ് ഇതിനെയൊക്കെ പറയുന്നത്. മിനിമം പ്രാക്ടീസ് ഇല്ലാത്ത ആളുകളുടെ പേരുണ്ടെന്ന് പറയുന്നു. അതുപോലെ ഇതുവരെ ഹൈക്കോടതിയിൽ ഒരു കേസ് പോലും ഫയൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാത്തവരുടെ പേരുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ കേൾക്കുന്നു. ആരെങ്കിലും പറയണമല്ലോ, ആരെങ്കിലും പറയണം, കറക്റ്റ് ചെയ്യപ്പെടണം. നോക്കൂ ശങ്കരേട്ടാ, ഈ ഗൗരവമുള്ള ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഇടതുപക്ഷത്തെ നേതാവോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാവോ ഒന്നുമല്ല. ഈ കോൺഗ്രസിന്റെ തന്നെ ഈ ഒരു യുവ നേതാവായ ജിൻഡോ ജോണാണ്. അദ്ദേഹം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം കോരിയവരും പണിയെടുത്തവരും ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജയ് വിളിച്ചവരും ഒക്കെ പുറത്തായി മറ്റുള്ളവരെ ദേവരാ പാർട്ടിക്ക് പരിചയം പോലും ഇല്ലാത്ത മുഖങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇദ്ദേഹം തന്നെ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണം ചെന്ന് തറയ്ക്കുന്നത് മിക്കവാറും അപ്പോയിന്റ്മെന്റ് അംഗീകരിച്ച ആരിലോ ആയിരിക്കുമല്ലോ. അത് ആരാണെന്നൊക്കെ ഈ മലയാളിക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും. ആ ആരോപണം എവിടെയാണോ കൊള്ളേണ്ടത് അവിടെ കൊള്ളണമെന്ന ഉദ്ദേശവും ഉണ്ടാവും. അപ്പൊ പിടിക്കപ്പെട്ടപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ആ തീരുമാനം മാറ്റി എന്നറിയുന്നു. ഇനി ഓരോ കേസും പിടിക്കപ്പെടുമ്പോൾ അതെല്ലാം മാറ്റുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. പാവൻ ജിൻഡോ ജോണിന് എന്തറിയാം, ഒരു ഭരണം കിട്ടുകയൊക്കെ അത്യാവശ്യം ചില സൂത്രപ്പണികളും ഒരല്പം പൂക്കിത്തരമുണ്ടെങ്കിലൊക്കെ സാധിക്കും. പക്ഷെ അതിലേറെ പൂക്കിത്തരവും അതിസൂത്രവും ഉണ്ടെങ്കിലേ ആ ഭരണം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള കാര്യം ജിൻഡോ ജോണിന് അറിയില്ല. ആ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കാഴ്ചകൾ തുടർന്നും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. ഈ വിഷയത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.